ശ്യാമേ, എടി മണി 11 നീ ഇതൊക്കെ അടച്ചു വെച്ചിട്ട് കിടക്ക്, കണ്ണടിച്ചു പോവും. ഇതേ രാജീവേ, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. രാജീവിന് ഉറക്കം വരുന്നെങ്കിൽ രാജീവ് ഉറങ്ങുക, എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങിക്കോളാം. എന്തായാലും കിടന്ന് ഉറങ്ങാൻ നോക്കിയേ, നാളെ രാവിലെ പോകണ്ടല്ലേ. എടി ഇങ്ങനെ ഏത് നേരം ഫോൺ നോക്കിക്കൊണ്ടിരുന്ന കണ്ണടിച്ചു പോകുന്നു. എൻ്റെ കണ്ണ് അങ്ങനെ അടിച്ചു പോകുന്നെങ്കിൽ പോട്ടെ, എന്നെ കുറിച്ച് എനിക്കില്ലാത്ത വിഷമം എന്തിനാ നിങ്ങൾക്ക്? ഇതിപ്പോ കുറെ നേരമായി നീ ഫോണിങ് വന്ന്. രാജീവേ, ഫോണിങ് എടുത്ത് രാജീവേ. ദേ മര്യാദ കിടന്നുറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ സാധനം ഇപ്പൊ തല്ലി പൊട്ടിക്കുവേ. ഇങ്ങത്താ കിടക്കാം. കിടക്കോ? കിടക്കും. തായോ? ഉറപ്പല്ലേ? ആ കിടക്ക്. എഴുന്നേറ്റുണ്ട്. ഈ വെള്ളക്കെട്ടിന്റെ കാര്യം ഹൗസ് ഓണറിനെ വിളിച്ച് പറയണല്ലോ. അതെ അതെ, ആ 4ാമത്തെ വീട്. അല്ല, ഈ ആര്യഭവനിൽ നിന്നെടുത്ത ഓർഡർ തന്നെയല്ലേ? അല്ല, കഴിഞ്ഞവണൊന്ന് മാറിയായിരുന്നേ. ഇവിടെയാണെങ്കിൽ ആകപ്പാടെ എല്ലാവരും വിശന്നിരിക്കുക. ഇതിൻ്റെ പേരിൽ എനിക്ക് തർക്കിക്കാൻ വയ്യ. ഞാൻ ദേ വരിക. ഇവനിപ്പോൾ എന്തായാലും ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തേക്കാം. ഇതെന്താ നിന്റെ കയ്യിൽ? നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാ, ചെന്ന് കുളിച്ചിട്ട് വാ, ഞാൻ എടുത്തു വെക്കാം. ഇന്ന് ഓർഡർ ചെയ്തല്ലേ? എടി, ഈ 3 നേരം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ല ഒന്നുമല്ല. അതിനിപ്പോൾ എന്താ, എല്ലാവരും കഴിക്കുന്നതല്ലേ? എല്ലാവരും ചെയ്യുന്നതാണോ വെച്ച് നമ്മളും ചെയ്യണോ? എടി, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന, ഇതിലെന്താ ചേർക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതേ പോക്കറ്റിന് അത്ര നല്ലതൊന്നുമല്ല. എന്നാ പിന്നെ ഒരു വേലക്കാരി വെക്കാം, അത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാമല്ലോ. എന്നാലും രാജകുമാരി അടുക്കളയിൽ കയറി ഒന്നും വച്ചുണ്ടാക്കരുത്. കഷ്ടം. ഇതെന്താണ്, വേലക്കാരിയും വെക്കില്ല, ഓർഡറും ചെയ്യാൻ സമ്മതിക്കില്ല. രാജീവേ, ആ നീ എന്താണ് നടന്നു പറഞ്ഞേ? നിന്റെ വണ്ടി അവിടെ? വണ്ടി പഞ്ചറായിരിക്കുന്നു. ഞാൻ ഇനി വർക്ക്ഷോപ്പിൽ പോയി അയാളെ വിളിച്ചോണ്ട് വരട്ടെ. എന്നെ ഇപ്പോൾ കാണാനൊന്നുമില്ലല്ലോ. നിന്റെ ഫാമിലി എങ്ങനെ പോകണം? അതൊരു വലിയ കഥയാണ്. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, നീ എൻ്റെ കൂടെ ചെറുതിലേ പഠിച്ചോണ്ട് ഞാൻ പറയുന്ന, അവൾക്കൊരു സീരിയസ്നെസ് ഇല്ലടാ. വീട്ടിലൊരു പണിയും ചെയ്യൂല, ഏത് നേരം മൊബൈലും കുത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വേലക്കാരി വയ്ക്കണമെന്നൊക്കെ പറയാം. നീ എന്നെ ആലോചിച്ച് നോക്ക്, എനിക്ക് അതിനുള്ള സാമ്പത്തികം വല്ലതും ഉണ്ട്? എടാ, ഇതൊക്കെ അവളുടെ ഒരു പക്വത കുറവുകൊണ്ട് മാത്രമാണ്. നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിൻ്റെ എടുത്തടിച്ചുള്ള സംസാരം നീ ആദ്യം നിർത്തണം. നീ പതിയെ പതിയെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ആദ്യം നീ ഉണ്ടാക്കേണ്ടത് ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെൻറ്റാണ്. നീ ഒരു കാര്യം ചെയ്യും, നാളെ ജോലിക്ക് മുമ്പ് അവളെയും കൂട്ടിക്കൊണ്ട് പോകും. അത് നല്ലൊരു മാറ്റം ഉണ്ടാവും. എല്ലാം ശരിയാകുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ട് ശരിയാവും. നീ ധൈര്യമായിട്ട് പോകും. ശ്യാമേ, ശ്യാമേ, ഇതെന്ത് കഷ്ടത്, മനുഷ്യർ രാവിലെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? നീ എഴുന്നേറ്റ് നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാം. എനിക്കെങ്ങും വയ്യ ഈ കൊച്ചു വെളുപ്പം പോലെ തോടാൻ പോവാൻ. അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് പൊക്കോണ്ടിരുന്ന പതിവല്ലേ, ഇതെന്താ പുതിയതായിട്ട്? എനിക്കൊന്നും വയ്യ. താൻ വാടോ, ആദ്യമായോണ്ട് ഒരു മടി. ഇത് ഒരു വട്ടം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഒന്ന് എണീറ്റ് പോ രാജീവേ. ഒന്നാമത് എനിക്ക് ഒരു ദിവസം ഉറക്കം ശരിയായില്ലെങ്കിൽ അന്ന് മൊത്തം എനിക്ക് തലവേദന. അതെ, ഉറക്കം ശരിയാവണമെങ്കിലേ നേരത്തെ കിടന്ന് ഉറങ്ങണം. അല്ലാതെ അർദ്ധരാത്രി മൊത്തം ഫോണും കുത്തി ഇരിക്കുകയല്ല വേണ്ടത്. രാവിലെ തന്നെ ഓരോന്നൊപ്പിച്ച് വന്നോളൂ. നിങ്ങൾക്ക് ജോബിങ്ങിന് പോകണേ നിങ്ങൾ പോ. എന്തിനാ അതിൽ വെറുതെ എന്നെ വലിച്ചഴക്കണേ? എനിക്ക് വയ്യ. അല്ലേലും നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? എല്ലാത്തിനും അവളുടെ ഒരു മടി. കിടന്ന് ഉറങ്ങിക്കോ, നാശം പിടിച്ചവള്. ഉറങ്ങ് ഉറങ്ങ്. ശ്യാമേ, നീ ശ്യാമേ ഇങ്ങോട്ട് വന്നേ. എടി, ഞാനിപ്പോ വിളിക്കാവേ. എന്താ രാജീവ്, എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? എടി, ഞാൻ നിന്റെ അടുത്ത ടെറസ് ഒക്കെ വൃത്തിയാക്കി ഇടാൻ പറഞ്ഞിട്ട് അവിടെ നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാനത് അപ്പോഴേ പറഞ്ഞില്ലേ, എനിക്കിതൊന്നും ചെയ്ത് ശീലമില്ല. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ എന്തിനാ ചെയ്യുന്നേ? സ്വന്തം വീടൊന്നും അല്ലല്ലോ, വാടക വീടല്ലേ. അപ്പൊ പിന്നെ ഇത്രയ്ക്ക് വൃത്തിയാക്കാൻ മതി. നിന്നോടൊക്കെ ഞാൻ എന്താ പറയാ? എടി, നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തു പോകുമല്ലോ, അതുപോലെ തന്നെയാണ് നമ്മളെ വീടും മുറ്റവും പരിസരവും ഒക്കെ. അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചേ പറ്റൂ. എനിക്കിപ്പോ ഇങ്ങനെ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണേ നിങ്ങൾ തൂത്തോ, എന്നെ കൊണ്ടൊന്നും വയ്യ. ഓ രാജീവേ, ഈ ചൂലൊക്കെ ഇട്ട് തൂത്ത് കഴിഞ്ഞാലേ ഇവിടെ വൃത്തിയാൻ പോകുന്നില്ല. താഴെ ഒരു വലുത് കിടപ്പുണ്ട്, വേണമെങ്കിൽ അത് പോയി എടുത്തോ, ഇച്ചിരി വൃത്തിയാവുമായിരിക്കും.
ശ്യാമേ, നീ എന്താ എപ്പോഴും ഇങ്ങനെ ഫോണിൽ? നീ എൻ്റെ അടുത്തൊന്നും മിണ്ടുന്ന പോലും ഇല്ലല്ലോ. രാജീവ് പിന്നെ ഏത് നേരവും എന്നോട് വഴക്ക് പഠിക്കാനല്ലേ സമയമുള്ളൂ, പിന്നെ എങ്ങനെ മിണ്ടാനാ? അത് വിട്. ഇന്ന് ഓഫീസിൽ ഗൗതം അവൻ്റെ കൊച്ചിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 വയസ്സുള്ള ഒരു കിളിക്കാൻ പെട്ടി ചക്കര പെങ്കൊച്ച്. അത് കണ്ടപ്പം എനിക്കും ഒരാഗ്രഹം, നമുക്കൊരു കുഞ്ഞൊക്കെ വേണ്ടേ? രാജീവേ, കൊണ്ടോണ്ടോ? ഇല്ല. ദേ രാജീവേ, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോണം. എനിക്ക് പറ്റത്തില്ല ഈ കുഞ്ഞുങ്ങളെ പെറ്റ് പോറ്റാനൊന്നും. അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. ഈ കുഞ്ഞുങ്ങളെ കാണുന്ന രസവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അതുങ്ങളൊക്കെ നോക്കാന്ന് പറയുന്നതേ തലവേദന പിടിച്ച കാര്യം. നീ നോക്കേ വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എടി, എനിക്കും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടൊരു കുഞ്ഞു വേണമെന്ന്. അതെ, ഈ പ്രഗ്നന്റ് ആവണോ പ്രസവിക്കണോ എന്നുള്ളതൊക്കെ എൻ്റെ ഡിസിഷൻ അല്ലേ. അപ്പം ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അല്ല, ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിൽ നിനക്കെന്താ ഇത്ര ഇഷ്ടക്കേട്? എനിക്ക് പറ്റില്ല രാജീവ്. പ്രസവിച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ മാറും. വണ്ണം വയ്ക്കും, വയറ് ചാടും, വയറ്റിൽ പാട് വരും. ഇതൊന്നും എനിക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഓരോന്നിന്. എന്തിനാ? ശ്യാമേ, ഈ കാര്യത്തിൽ നീ തർക്കിക്കല്ലേ. ഇതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റൂല. എനിക്ക് കുഞ്ഞിനെ വേണം. ഇക്കാര്യത്തിലേ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. എനിക്ക് എന്തായാലും കുഞ്ഞ് വേണ്ട, അത്ര തന്നെ. ശ്യാമേ, പോവല്ലേ, നമുക്കിത് സംസാരിക്കാന്ന്. ഞാൻ പറഞ്ഞില്ലേ, നീ അവളെ നിർബന്ധിച്ച് കൊണ്ടുവരണമായിരുന്നു. എടാ, ഞാൻ മാക്സിമം അവളെ നിർബന്ധിച്ചത്, അവൾ വന്നില്ല. ഇതാ നിന്റെ പ്രശ്നം. ആദ്യം നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റാതെ ഒന്നും ശരിയാകാൻ പോകണില്ല. എൻ്റെ സതീഷേ, നീ ഇതെന്തറിഞ്ഞിട്ടാ? നീ വിചാരിക്കുന്നതിനേക്കാളുമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടോ? എന്താടാ, എന്ത് പറ്റി? എന്തെങ്കിലും വഴക്കും പോളോ? എടാ, ഞാൻ അവളുമായിട്ട് ഇന്നലെ സംസാരിച്ചു. അവൾക്ക് കുടുംബത്തിനോടോ കുഞ്ഞുങ്ങളോടോ ഒന്നും താല്പര്യമില്ല. പിള്ളേർ വേണ്ടെന്ന് അവൾ പറയുന്നത്. പ്രസവിച്ച് അവളുടെ സൗന്ദര്യം പോകുന്നു. എടാ, ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ഡിസിഷൻ തന്നെയാണ്. പക്ഷേ ഒരു പാർട്ണർ എന്നുള്ള രീതിയിൽ എനിക്കില്ലടാ ആഗ്രഹങ്ങൾ. നിന്നെ ഇതിനകത്തൊക്കെ വലിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പോട്ടോ, ലേറ്റായി. ആ, രാജീവ് റെഡിയായോ? ആ, ഇറങ്ങാൻ പോവാ. ഇന്ന് വേഗം വാ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചേക്കാം. ഇന്ന് ഏത് ഹോട്ടലിൽ നിന്നാണ് ഓർഡർ ചെയ്തത്? ഇന്ന് വീട്ടിലുണ്ടാക്കിയ ഫുഡാ. വീട്ടിലുണ്ടാക്കിയ? നല്ല ചപ്പാത്തി മുട്ടക്കറി ഉണ്ട്. വേഗം വന്നാൽ ഇപ്പൊ ഫുഡ് കഴിക്കാം. ശരിക്കും? ആന്നേ, വേഗം വായോ, നമുക്ക് കഴിക്കാം. ശരി, വരാം. എന്ത് പറ്റി? മനുഷ്യരല്ലേ, ചിലപ്പോൾ വല്ല മാറ്റം വരുമായിരിക്കും. നോക്കാം. ഫുഡ് എങ്ങനെ രാജീവ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നാണ്. ഇത്രയും രുചിയുള്ളൊരു ഭക്ഷണം ഞാൻ ഈ അടുത്തെങ്ങും കഴിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ അറിയാമായിരുന്നല്ലേ? എന്നിട്ടാണ് ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞ് നടന്നത്. അയ്യോ, അതിന് ഞാനല്ലേ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയേ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയ ശാന്തേച്ചിയാ, നമ്മളുടെ ഹൗസ് ഓണർ പറഞ്ഞ പുതിയൊരു മെയ്ഡ്. നല്ല കൈപ്പുണ്യമുള്ള ചേച്ചിയാ. ഫുഡും ഉണ്ടാക്കും, വീടും അടിച്ചു വരും. ഇനിയിപ്പോൾ എൻ്റെ രാജീവിനെ മുറ്റും അടിച്ചു വരണ്ട, പുറത്തുനിന്ന് ഫുഡും കഴിക്കണ്ട. ദിവസം 500 കൊടുത്താൽ മതി ചേച്ചിക്ക്. ഇതാണ് കൈപ്പുണ്യം. ഈ ഉള്ളിക്കറിയിലാണെങ്കിൽ ഉപ്പുമില്ല, ചപ്പാത്തി കല്ലുപോലെ ഇരിക്കുന്നു. ഇച്ചിരി മുന്നേ അല്ലേ പറഞ്ഞേ നല്ല കറിയും നല്ല ചപ്പാത്തിയും? അല്ല, നിന്റെ അടുത്ത് ആരാ പറഞ്ഞ എന്നോട് ചോദിക്കാതെ ഇവിടെ ഒരു മെയ്ഡിനെ വയ്ക്കാൻ? ദാണ്ടേ, നാളെ തന്നെ അവരിവിടെ നിന്ന് പറഞ്ഞു വെച്ചേക്കണം. രാജീവേ, ഒത്തിരി കളിക്കല്ലേ. ഹൗസ് ഓണർ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ശാന്തേച്ചിനെ കൊണ്ടുവന്നത്. ഇയാൾ എന്തായാലും ആ ശമ്പളത്തിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ കൊടുത്തോളാം. നിന്നെ കെട്ടിച്ചു വിട്ട നിന്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് എരന്ന് തന്നെയാണല്ലോ നീ വീണ്ടും ഈ പൈസ മേടിക്കുന്നത്. നാണമില്ലേടി അവരെ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ. ആദ്യം സ്വന്തമായിട്ട് മേലനങ്ങി പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്ക്, എന്നിട്ട് ഈ പുറംപൂച്ച് കാണിക്കും. ഒന്ന് മതിയാക്ക് രാജു, ഞാൻ എന്ത് ചെയ്താലും കുറ്റം. ഇപ്പോഴെനിക്ക് കാര്യം മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല എന്നുള്ളത്. ഗതികെട്ട ജീവിതം. ഈ ഫുഡ് കൊള്ളില്ലെങ്കിലേ ഇയാൾ ഇത് കഴിക്കണ്ട, ഞാൻ ഇതുപോലെ വേസ്റ്റിൽ കളഞ്ഞേക്കാം. ഇയാൾക്ക് വേണ്ടി ഓരോന്നും ചെയ്യുന്നത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നീ വേസ്റ്റ് കൊണ്ട് കളയേ, ഇത് മൊത്തം എടുത്ത് അങ്ങോട്ട് വിഴുങ്ങേ, എന്ത് വേണോ ചെയ്തോ. പക്ഷേ നാളെ ഈ വീട്ടിൽ ഒരു മെയ്ഡ് വരാൻ പാടില്ല. നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട. ഞാൻ പട്ടിണി കിടന്ന് ചത്താലും ഞാൻ അതങ്ങ് സഹിച്ചോളാം, കേട്ടല്ലോ?